ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. അപ്പോൾ കഥ കേൾക്കാൻ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? കഥ കേൾക്കാൻ ഇഷ്ടമാണ് അല്ലേ? ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് 3ാം ക്ലാസ്സിലെ കുട്ടിക്കുറുമ്പന്മാരെല്ലാവരും ഓടി വന്നേ, നമുക്കൊരു അതിമനോഹരമായ ഒരു കഥ പറയാം. പാഠഭാഗത്തിലുള്ള കഥയാണ്. കഥയുടെ പേരാണ് ഒരു കഥയെ സൊല്ലട്ടുമാ. കഥയുടെ പേരല്ല, ഒരു കഥയെ സൊല്ലട്ടുമാ എന്ന് ടീച്ചർ പറഞ്ഞതാണ് കേട്ടോ. നമ്മുടെ കഥയുടെ പേരെന്താണ്? ആനയും അണ്ണാറക്കണ്ണനും. പാഠഭാഗത്തിലുള്ളതല്ലേ? അപ്പൊ ആനയുടെയും അണ്ണാറക്കണ്ണന്റെയും അതിമനോഹരമായ ഒരു കഥയാണ് ഇന്ന് ടീച്ചർ പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ കഥയിലുള്ളത് ആനയും അണ്ണാറക്കണ്ണനുമാണ്. ആനയും അണ്ണാറക്കണ്ണനും നല്ല കൂട്ടുകാരായിരുന്നു കേട്ടോ. അവരൊരു ദിവസം എന്ത് തീരുമാനിച്ചു? ഒരു പ്ലാവ് വെക്കാൻ തീരുമാനിച്ചു. ഒരു പ്ലാവ്. ആനയും അണ്ണാറക്കണ്ണനും ഓരോ പ്ലാവ് നട്ടു. രണ്ടുപേരും പ്ലാവ് നട്ടു കേട്ടോ. ആനച്ചാർ എന്ത് ചെയ്യുന്നറിയോ? ആനച്ചാർ എന്നും പ്ലാവിന് വെള്ളം ഒഴിക്കും, പ്ലാവിനെ ഇങ്ങനെ പരിചരിക്കും. എന്നാൽ അണ്ണാറക്കണ്ണൻ മടിയനാണ്. മടിയനായ അണ്ണാറക്കണ്ണൻ പ്ലാവിന് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് ആനച്ചേട്ടൻ്റെ, അതായത് ആനയുടെ പ്ലാവ് വലിയ പ്ലാവായി. അണ്ണാറക്കണ്ണന്റെ പ്ലാവോ വലുതായില്ല കേട്ടോ. ഉണങ്ങിപ്പോയി. വെള്ളം ഒന്നും കൊടുക്കാതെ ആ പ്ലാവ് കരിഞ്ഞുപോയി. അങ്ങനെ ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്ക ഉണ്ടായി. ആനയുടെ പ്ലാവ് വലുതായല്ലോ. അപ്പൊ ആനയുടെ പ്ലാവിൽ ഇതാ ഒരുപാട് ചക്ക ഉണ്ടായി. അണ്ണാറക്കണ്ണന്റെ പ്ലാവിലോ ചക്ക പോയിട്ട് ഒന്നും ഉണ്ടായില്ല, കരിഞ്ഞുണങ്ങിപ്പോയില്ലേ. അപ്പോ ആന കാണാതെ നമ്മുടെ അണ്ണാറക്കണ്ണൻ എന്ത് ചെയ്തു എന്നോ? ആനയുടെ പ്ലാവിൽ ഇങ്ങനെ പതിയെ കേറിപ്പോയിട്ട് ഒരു ചക്ക കഴിച്ചു. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ അങ്ങ് ഇറങ്ങിപ്പോയി. ഞാനൊന്നും അറിഞ്ഞില്ല, ഞാനൊന്നും ചെയ്തില്ലേ എന്നും പറഞ്ഞ് അങ്ങ് ഇറങ്ങിപ്പോയി അല്ലേ? അപ്പൊ ഇത് ആന കണ്ടുപിടിക്കോ? ആനച്ചേട്ടൻ ഉറപ്പായിട്ടും കണ്ടുപിടിക്കൂലേ? ആന നോക്കുമ്പോ തൻ്റെ പ്ലാവിൽ ഒരു ചക്ക ഇല്ലല്ലോ അല്ലേ? തൻ്റെ പ്ലാവില് ഒരു ചക്ക ഇല്ലല്ലോ. ഇത് അണ്ണാറക്കണ്ണനോട് ചോദിക്കുക തന്നെ ആന വിചാരിച്ചു. നീ എൻ്റെ ചക്ക തിന്നോ? ആര് ചോദിച്ചു? ആന ചോദിച്ചു. നീ എൻ്റെ ചക്ക തിന്നോ? തിന്നൂലോ. ചിൽ ചിൽ ചിൽ. ആര് പറഞ്ഞു? അണ്ണാറക്കണ്ണൻ പറഞ്ഞു. തിന്നൂലോ. ചിൽ ചിൽ ചിൽ. ഞാനൊരു ചക്ക തിന്നൂലോ അല്ലേ? തിന്നൂലോ. ചിൽ ചിൽ ചിൽ. ഞാനൊരു ചക്ക തിന്നൂലോ. ആര് പറഞ്ഞു? അണ്ണാറക്കണ്ണൻ പറഞ്ഞു അല്ലേ? ആനയ്ക്ക് ദേഷ്യം വരുമോ? ആനയ്ക്ക് ദേഷ്യം വന്നു. ആന നമ്മുടെ അണ്ണാറക്കണ്ണനെ എടുത്ത് ഒച്ചേറ് കൊടുത്തു, എറിഞ്ഞു. അപ്പോ നമ്മുടെ അണ്ണാറക്കണ്ണൻ എവിടെയാ ചെന്ന് വീണതെന്ന് നിങ്ങൾക്കറിയോ? ഒരു എണ്ണക്കുടത്തിലായിരുന്നു. ഒരെണ്ണക്കുടത്തിലേക്ക് അണ്ണാറക്കണ്ണൻ ചെന്നു വീണു. എന്നിട്ടോ അണ്ണാറക്കണ്ണനുണ്ടോ വല്ല കൂസലും? അണ്ണാറക്കണ്ണൻ എണ്ണക്കുടത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് എന്തു പറഞ്ഞു എന്നറിയോ? നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ. എണ്ണക്കുടത്തിലല്ലേ പോയി വീണത്? നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ. ആനയ്ക്ക് വീണ്ടും ദേഷ്യം വരൂലേ? വരും. ആനനെ കളിയാക്കിയതല്ലേ? ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്തിട്ട് വീണ്ടും ഒറ്റയേറ് വെച്ചു കൊടുത്തു. അണ്ണാൻ പോയി വീണത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ? വാഗപാത്രത്തില്. എന്താ ഈ വാഗപാത്രം? വാഗപ്പൊടി അല്ലേ? ഒരു മരത്തിന്റെ നന്മേനി വാഗ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിലൊക്കെ തേച്ച് കുളിക്കുന്നതാണ്. സോപ്പിന് പകരമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെയുള്ള വാഗപാത്രത്തിലാണ് ആര് പോയി വീണത്? അണ്ണാൻ പോയി വീണത്. അപ്പോ അണ്ണാന് എന്തെങ്കിലും കൂസലുണ്ടാവോ? അണ്ണാൻ അവിടെ നിന്ന് എണീറ്റ് വീണ്ടും പാടി. നിന്റെ ചക്കേൻ തിന്നോ ചിൽ ചിൽ ചിൽ, എണ്ണേൻ തേച്ചു ചിൽ ചിൽ ചിൽ, വാഗേൻ തേച്ചു ചിൽ ചിൽ ചിൽ. ആർക്ക് ദേഷ്യം വരും? ആനയ്ക്ക് ദേഷ്യം വന്നു മക്കളെ. ആനയ്ക്ക് ദേഷ്യം വന്നു. ആന വീണ്ടും അണ്ണാനെ എടുത്തിട്ട് ഒറ്റയേറ് വെച്ചു കൊടുത്തു. അപ്പൊ അണ്ണാൻ എവിടെയാ പോയി വീണത് എന്ന് മക്കൾക്കറിയാമോ? എവിടെയാ നമ്മുടെ അണ്ണാൻ പോയി വീണത് എന്നറിയോ? ഒരു താളിപ്പാത്രത്തില്. നിങ്ങള് താളി തേച്ച് കുളിക്കാറുണ്ടോ?
താളി തേച്ച് കുളിക്കാറുണ്ടോ? ചെമ്പരത്തി താളിയൊക്കെ തേച്ച് നല്ല മുടിയൊക്കെ നല്ല 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 മസാജൊക്കെ ചെയ്ത് നല്ലൊരു എണ്ണയൊക്കെ തേച്ച് താളിയൊക്കെ തേച്ച് കുളിച്ചാലേ നമുക്ക് നന്നായി മുടി വളരും എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ടീച്ചറൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നിനും സമയമില്ല ആർക്കും. ഇപ്പൊ എല്ലാവരും ഷാംപൂ അല്ലേ യൂസ് ചെയ്യാറ്. അതുപോലെ നമ്മുടെ അണ്ണാൻ എവിടേക്കാ വീണത്? താളിപ്പാത്രത്തിൽ പോയി വീണു. അവിടെ നിന്നും എഴുന്നേറ്റ് വീണ്ടും ആനച്ചേട്ടനെ കളിയാക്കി. എന്താണെന്നറിയോ? നിന്റെ ചക്കേൻ തിന്നോ ചിൽ ചിൽ ചിൽ, എണ്ണേൻ തേച്ചു ചിൽ ചിൽ ചിൽ, വാഗേൻ തേച്ചു ചിൽ ചിൽ ചിൽ, താളിയും തേച്ചു ചിൽ ചിൽ ചിൽ. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അല്ലേ? ആനച്ചേട്ടന് ദേഷ്യം കൂടിക്കൂടി വന്നു. ആരുടെ കളിയാക്കൽ കേട്ടിട്ട്? അണ്ണാറക്കണ്ണന്റെ കളിയാക്കൽ കേട്ടിട്ട് ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. എന്നിട്ട് നമ്മുടെ ആന അണ്ണാറക്കണ്ണനെ വീണ്ടും എടുത്ത് ഒറ്റയേറ് കൊടുത്തു. അണ്ണാറക്കണ്ണൻ ചെന്ന് വീണത് എവിടെയാണെന്നറിയോ? ദാ കുളത്തില്. ഒരു കുളത്തിലാ. അണ്ണാറക്കണ്ണന് എന്നിട്ടുണ്ടോ കൂസൽ? വീണ്ടും പാടാണ്. നിന്റെ ചക്കേൻ തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണേൻ തേച്ചു ചിൽ ചിൽ ചിൽ, വാഗേൻ തേച്ചു ചിൽ ചിൽ ചിൽ, താളിയും തേച്ചു ചിൽ ചിൽ ചിൽ, കുളിക്കുകയും ചെയ്തു ചിൽ ചിൽ ചിൽ. കുളത്തിൽ വീണാല് കുളിക്കൂലേ? കുളിക്കുകയും ചെയ്തു ചിൽ ചിൽ ചിൽ. അങ്ങനെ അണ്ണാറക്കണ്ണൻ പിന്നെയും ആനച്ചേട്ടനെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. ഓനക്ക് ദേഷ്യം മൂത്തു, അരിശം വന്നു അല്ലേ? ആനച്ചേട്ടൻ വീണ്ടും അണ്ണാറക്കണ്ണനെ എടുത്ത് ഒറ്റയേറ്. അണ്ണാറക്കണ്ണൻ എവിടെയാ ചെന്ന് വീണത്? ദാ നമ്മുടെ ആനച്ചേട്ടന്റെ പ്ലാവിന്റെ മുകളില്. കണ്ടോ? ഇവിടെ നിന്നിട്ട് വീണ്ടും കളിയാക്കുന്ന കണ്ടോ? അണ്ണാറക്കണ്ണനുണ്ടോ കൂസല്? അണ്ണാറക്കണ്ണന് ഒരു കൂസലുമില്ല. വീണ്ടും ആനച്ചേട്ടനെ കളിയാക്കി. നിന്റെ ചക്കേൻ തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണേൻ തേച്ചു ചിൽ ചിൽ ചിൽ, വാഗേൻ തേച്ചു ചിൽ ചിൽ ചിൽ, താളിയും തേച്ചു ചിൽ ചിൽ ചിൽ, കുളിക്കുകയും ചെയ്തു ചിൽ ചിൽ ചിൽ, പ്ലാവിൻ കമ്പിയിലെത്തി ചിൽ ചിൽ ചിൽ, പ്ലാവിൻ കമ്പിയിലെത്തി ചിൽ ചിൽ ചിൽ. അങ്ങനെ ആനച്ചേട്ടൻ എടുത്തെറിഞ്ഞിട്ട് അണ്ണാറക്കണ്ണൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയേ? ആനച്ചേട്ടനെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. അവസാനം ചെന്നെത്തിയത് നമ്മുടെ ആനച്ചേട്ടന്റെ പ്ലാവിന്റെ കൊമ്പിൽ തന്നെ. എന്തു പറയാനാ? ഈ വികൃതി കുട്ടനായ അണ്ണാനോട് എന്ത് പറയാനാ? അപ്പൊ ആനച്ചേട്ടൻ ഇങ്ങനെ ആലോചിക്കുക, ഇനിയിപ്പം ഈ അണ്ണാനെ എന്താ ചെയ്യാ? എൻ്റെ മക്കൾക്ക് അറിയാമോ എന്താ ഈ വികൃതി കുട്ടനായ അണ്ണാനെ നമ്മൾ ഇനി ചെയ്യേണ്ടത്? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാം അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ശ്രുതി ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരേക്കും ബൈ.